ഹൈ ഗൈസ്, അങ്ങനെ നമ്മുടെ എക്സാം സീരീസ് ഈസ് കണ്ടിന്യൂ. നമ്മുടെ എക്സാം സീരീസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് വിജയകരമായി മുന്നോട്ട് പോവാണ്. പല ആളുകൾക്കും നല്ല റിവ്യൂസും നല്ല കമൻസും കാര്യങ്ങളും വരുന്നത്. ആക്ച്വലി ഐ എം വെരി ഹാപ്പി. ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നാളെ മോഡൽ എക്സാം എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിൽ പോവുകയാണ്. മോഡൽ എക്സാം എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ മോഡൽ എക്സാം എഴുതണോ വേണ്ടേ? ഞാൻ സാറേ, അത് നിങ്ങൾ പറഞ്ഞത് എന്തോ ഒരു അനാവശ്യമായ ഒരു ചോദ്യം ഇപ്പം നിങ്ങൾ ചോദിച്ചു, മോഡൽ എക്സാം എഴുതണോ വേണ്ടേ എന്നുള്ളത്. ശരിക്കും എന്താ ഈ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാർച്ച് മാസം എഴുതാൻ വേണ്ടി പോകുന്ന പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഏത് രീതിയിലായിരിക്കും, അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദ്യങ്ങളുടെ ലെവൽ എങ്ങനെയായിരിക്കും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്ന ഒരു മോഡൽ, ഒരു എന്താ പറയുക, മോഡൽ തന്നെ മാതൃകാ പരീക്ഷയാണ് ശരിക്കും എന്ത് ഈ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഈ പരീക്ഷ എഴുതിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അക്കാഡമിക്സിനൊന്നും ബാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് കുറെ കുട്ടികളുണ്ടോ? മോഡൽ എക്സാം അല്ലേ, ഇനി എന്ത് പബ്ലിക്കിൽ നോക്കാം. ആ കുട്ടികളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ എന്താ പറയുക, മണ്ടന്മാർ എന്ന വാക്ക് ഉപയോഗിച്ചാൽ തെറ്റാവുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ അങ്ങനത്തെ നമുക്ക് അവരെ വിളിക്കാം. അതായത് ഇനി പബ്ലിക് നോക്കാം, മോഡൽ എന്ത് പഠിക്കാനാ, അപ്പോൾ മോഡൽ എക്സാം അല്ല, പബ്ലിക് ഒന്നുമല്ലോ. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിങ്ങൾ മാറ്റി വെക്കാം. കാരണം ഈ മോഡൽ എക്സാമിന്റെ മാർക്ക് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഒരു 80-ൽ 70 മാർക്ക് കിട്ടി, നിങ്ങൾ മാക്സിമം കഷ്ടിച്ച് സ്കോർ ചെയ്ത് വിചാരിച്ചാൽ ആ കുട്ടിക്ക് പബ്ലിക് എക്സാം ആകുമ്പോൾ എന്തായാലും ഒരു 74-75 മാർക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും, ഒരു സംശയമില്ല. അപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾ എത്ര പെർഫോം ചെയ്യുന്നു അതിന്റെ ഒരു ഇത്ര ശതമാനം മാത്രമേ നമ്മളൊരു നോർമൽ കണക്ക് വെച്ച് നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കൂട്ടാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ സാർ ഈ കാര്യം പറയുന്നത്? മക്കളെ, പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം. അതിൽ അവിടെ ലക്കൊന്നുമില്ല. ലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ക് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ വേണ്ടി പോകുന്നില്ല. ഒരു സാധനം പഠിക്കാത്ത കുട്ടിക്ക് ലക്കിൽ പരീക്ഷ പാസ്സാവാൻ കഴിയും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ നമുക്ക് വലിയ സംഭവമൊന്നുമില്ല. എന്നാലും A+ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ല. ലക്കിലൊന്നും A+ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഒരു ഏതെങ്കിലുമൊക്കെ ചോദ്യം തെറ്റിപ്പോലും അതൊക്കെ അതൊന്നും ലക്ക് എന്നുള്ള ഫാക്ടറിൽ വരുന്ന കാര്യമല്ല കേട്ടോ. ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു എളുപ്പമുള്ള ചോദ്യം തോന്നി, സമാധാനം എളുപ്പമുള്ള ചോദ്യം ചോദിച്ച്, ഈ എളുപ്പമുള്ള ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾക്ക് ആ കണ്ടന്റ്, നിങ്ങൾ ആ സാധനം പഠിച്ചോന്നാണ് നിങ്ങൾക്ക് അത് എളുപ്പമുള്ള ചോദ്യമായി മാറുന്നത്. പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഏത് ചോദ്യം ചോദിച്ചാലും കണക്കാം. അതുകൊണ്ട് പഠിക്കാത്തൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും അവിടേക്ക് എത്താൻ കഴിയും. അപ്പൊ ലെഗ് ഫാക്ടർ ഉണ്ടോ എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നത് മാത്രമാണ് എന്ത് ലെഗ് ഫാക്ടർ. അപ്പൊ ഈ മോഡൽ എക്സാമിന് അങ്ങനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ഒരു ചെറിയ പരീക്ഷ നിങ്ങൾ ഒരിക്കലും കാണരുത്. ഞാൻ സാറിന് ചെറിയ അഭ്യർത്ഥനയാണ്. നാളെ നിങ്ങൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ നിങ്ങൾ മോഡൽ എക്സാമിന് പഠിക്കണം? ഇനി നമുക്ക് പഠിക്കാൻ സമയമൊന്നുമില്ല. ഇനി നമുക്ക് റിവിഷൻ നടത്താൻ മാത്രമേ സമയമുള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ പഠിക്കണം. ആ വീഡിയോ കാണാത്ത ആൾക്ക് ഞാൻ ഇവിടെ മേലെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണാം. അത് ഞാൻ കുറേ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി SLC കുട്ടികളാണെങ്കിൽ ആ മെറ്റീരിയൽസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഓരോ മാർക്കിൻ്റെയും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുക. അത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതെല്ലാം, ഇനി നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ ഇനി പഠിക്കാത്ത കാര്യങ്ങൾ ഇനി ദയവ് നിങ്ങൾ പഠിക്കാൻ പോകരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നന്നായി റിവൈസ് ചെയ്യുക. എല്ലാം കൂടി പഠിച്ച് നമ്മളെ കൈയിൽ നിന്ന് കിട്ടൂല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന പല ടൈപ്പ് കുട്ടികളുണ്ടാവും അല്ലേ. ഇപ്പം എല്ലാ കുട്ടികളും ചിലപ്പോൾ അവർക്ക് എന്ത് കിട്ടൂല, A+ കിട്ടണം, അല്ലെങ്കിൽ A+ലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു നമുക്കറിയാം, എത്ര പരീക്ഷ കഴിഞ്ഞാലും ഒരു 25% കുട്ടികൾക്ക് ഫുൾ A+ലേക്ക് എത്താൻ കഴിയുള്ളൂ. ബാക്കി മെജോറിറ്റി ആൾക്കാരും എന്തായിരിക്കും, ജസ്റ്റ് പാസ് മാർക്ക്, ഐ മീൻ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, അവർക്ക് ഇത്രയും പഠിച്ചു, ഇനി എനിക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധനം മാത്രം നിങ്ങൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ചില കുട്ടികൾക്കുണ്ടോ അവർക്ക് പഠിക്കാൻ കുറച്ച് പുറകോട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ച് പരതി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മളെ ഗവൺമെൻറ് ഇൻഡെക്സ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മാർക്ക് വെയിറ്റേജ് വന്നിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും ഏതൊക്കെ മാർക്കിൻ്റെ അല്ലെങ്കിൽ എത്ര മാർക്ക് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആ മാർക്ക് വെച്ച് നിങ്ങൾക്ക് ജയിക്കാൻ ഏതൊക്കെ ചാപ്റ്റർ എനിക്ക് നോക്കണം, അത് മാത്രം നോക്കിയാൽ മതി. എല്ലാം നിങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത്, നമുക്ക് കുറേ പഠിച്ചിട്ട് കാര്യമില്ല. ഇനി A+ കിട്ടും, നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിലൊക്കെ നല്ല മാർക്ക് സ്കോറുള്ള A+ലേക്ക് എത്താൻ കഴിവുള്ള കുട്ടികളുണ്ട്. അവരെന്താ ചെയ്യുന്നത്, ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഈ മാർക്ക് വെച്ചിട്ട് അതിന് ചോദിക്കാൻ സാധ്യതയുള്ള മാർക്ക് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് പഠിക്കാൻ നിൽക്കരുത്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിന് ആൻസർ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം നമ്മൾ കാർഡ് അടിച്ച് വെടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇനി ഞാൻ എപ്പോഴും പറഞ്ഞ വാക്കാണ്, നമ്മൾ സിസ്റ്റമാറ്റിക്കായി പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇനി നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഡൽ എക്സാം എഴുതണോ വേണ്ടേ, അതിലൊരു സംശയമില്ല, നിർബന്ധമായി നിങ്ങൾ മോഡൽ എക്സാം എഴുതണം. മോഡൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയട്ടെ, പരീക്ഷയുടെ മുഴുവൻ സമയവും കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതിനാൽ സാർ അങ്ങനെ ചെയ്യുന്നത്, പിന്നെ എനിക്ക് നേരത്തെ ഇറങ്ങിപ്പോയിക്കൂടെ?
നേരത്തെ എഴുതി ഇപ്പോൾ ഗവൺമെൻറ് ഒരു 40 മാർക്കിൻ്റെ പരീക്ഷ ഒരു 1.5 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ ആ 40 മാർക്ക് ഒരു കുട്ടിക്ക് സ്കോർ ആണെങ്കിൽ ആ 1.5 മണിക്കൂർ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയിട്ട് എഴുതുന്ന ഒരു കുട്ടിക്ക് 40 മാർക്ക് കിട്ടുള്ളൂ. നേരത്തെ എഴുതി പോകുന്നൊരു കുട്ടിക്ക് അത്ര മാർക്ക് കിട്ടൂല. ഉണ്ടെങ്കിൽ അവൻ അത്രയും പ്രോ ആയിരിക്കണേ, അത്രയും പ്രോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന കുട്ടികൾ. ഇഷ്ടമൊക്കെ ചില സയൻസ് സബ്ജക്റ്റൊക്കെ വേഗം വലിയ ഡീറ്റെയിൽ എഴുതാനുണ്ടല്ലോ, ഉത്തരം മാത്രം എഴുതി ചിലപ്പോൾ കഴിയാം. 80 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾ 2.5 മണിക്കൂർ പൂർണ്ണമായും പരീക്ഷയിൽ ഇരിക്കണം. ഇതൊരു പ്രാക്ടീസാണ്. ഫൈനൽ എക്സാം നമ്മൾ നേരത്തെ മാസാക്കി എഴുതി പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ നിങ്ങളുടെ എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത്, അതിൻ്റെ ഓൾറെഡി ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കാണുക എങ്ങനെയാണ് ഫ്രണ്ട് ഷീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മോഡൽ എക്സാം എന്തായി കാണരുത്, ഒരു ചെറിയ പരീക്ഷയായി കാണാതെ നല്ല അടിപൊളിയായി നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ നേരുകയാണ്. അപ്പോൾ എൻ്റെ മോഡൽ എക്സാമിന് പിന്നെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് വലിയ നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അന്ന് ഒരുപാട് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ മോഡൽ എക്സാമിൽ ഇതെന്ത് പബ്ലിക് നോക്കാം എന്നൊക്കെ വെറുതെ, അതായത് പഠിക്കാത്തവൻ്റെ വീരവാദം മുഴക്കിപ്പോയാളാണ് ഞാനൊക്കെ. അപ്പം അങ്ങനെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൺസേണുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ നേരുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യുക, മോഡൽ എക്സാം ഞാൻ സീരിയസ് ആയി കാണും, ഞാൻ നല്ല മാർക്ക് എന്തെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എനിക്ക് ഏറ്റവും എന്തെല്ലാം ചെയ്യാൻ സാധ്യത അതൊക്കെ ഞാൻ ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിരിക്കുക. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോ നമ്മൾ മറ്റേ തുണ്ട് പേപ്പറിനെ പറ്റി പറഞ്ഞു, അതൊക്കെ ഞാൻ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ എന്തും പണികൾ നിങ്ങൾ പരീക്ഷകളിലേക്ക് എന്ത് ചെയ്യാൻ പോലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക, വൃത്തിക്ക് പിന്നെ പേപ്പർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അൽക്കുലത്തായിരുന്നു നിങ്ങൾ എഴുതി വെക്കരുത്. ചില കുട്ടികളൊക്കെ പേപ്പർ നോക്കുമ്പോൾ ടീച്ചേഴ്സിന് നോക്കാൻ കഴിയാത്ത പേപ്പർ ടീച്ചർ ഭയങ്കരമായി ടീച്ചർക്ക് അടഞ്ഞാറായി കഴിഞ്ഞാൽ ടീച്ചർ ടട്ട വെട്ടി അങ്ങ് പോകും. നല്ല വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാതെ അറിയുന്ന കാര്യങ്ങളൊക്കെ വേഗം എഴുതുക, ചോദ്യങ്ങൾ നന്നായി വായിക്കാം. പിന്നെ നമ്മുടെ പരീക്ഷകൾ നമുക്ക് വരുന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സാം സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേക്കും. പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിയുന്നവരെ നിങ്ങളെ കൂടെ ഹെൽസർ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് മറക്കരുത്, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ പഠിച്ചതൊക്കെ പരീക്ഷ ചോദിക്കുകയുള്ളൂ, പിന്നെന്ത്, അത്രയേ ഉള്ളൂ.